ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് എവർക്കും സ്വാഗതം. ഇപ്പോൾ ഗദ്യപ്രാർത്ഥനയിൽ നമ്മൾ എത്തി നിൽക്കുന്നത് എപ്പോഴും ഇടവിതടവില്ലാതെ നമുക്ക് ആ പരമാത്മാവിനെ ചിന്തിക്കുവാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ്. പിന്നെയോ, നീ എൻ്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിൻ്റെ പരമാനന്ദം നൽകണം. അപ്പോൾ നീ എൻ്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട്, അപ്പോൾ ഈ പാപങ്ങളെല്ലാം കവർന്നെടുക്കുക, അത് നീയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ ഇനി ആ ഒരു തലത്തിൽ ഒരു വ്യക്തിക്ക് ചിന്തിക്കാനോ അങ്ങനെ കാണാനോ സാധിച്ചില്ല എങ്കിൽ, ഒരു ഭക്തൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നോക്കുകയാണെങ്കിലോ, ഈ വ്യത്യസ്തമായിട്ട് എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഭാവത്തിലാണ് കാണുന്നതെങ്കിൽ പറയുകയാണ്, നീ എന്ത് ചെയ്യണം? ഈ എല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും എന്തെല്ലാം കാര്യങ്ങളാണോ ഉള്ളത് അതെല്ലാം പാപങ്ങളായിട്ട്, ആ പാപങ്ങളെ ഒക്കെ, എൻ്റെ സകല പാപങ്ങളെയും എടുത്ത് കളയുവാൻ. കാരണം അത് ആ പാപങ്ങൾ തീരുമ്പോൾ, അല്ലെങ്കിൽ ഈ വാസനകൾ എപ്പോഴാണോ അത് പരിപൂർണമായിട്ട് തീരുന്നത്, അങ്ങനെ വരുമ്പോൾ മാത്രമാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? ആ പരമാനന്ദം. അപ്പോൾ എൻ്റെ സകല പാപങ്ങളും നശിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനെല്ലാം കവർന്നെടുക്കുമ്പോൾ മാത്രമാണ് പരമാനന്ദം, ഒരിക്കലും നശിക്കാത്ത ആ ആനന്ദം ലഭിക്കുന്നത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് പരമാനന്ദം ലഭിക്കാത്തതിന് കാരണമായിട്ട് നിൽക്കുന്നത് ഇതാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് ഇവർ. അപ്പം നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ ഈ ജന്മജന്മാന്തരങ്ങളായിട്ട് വരുന്ന വാസനകൾ അതിങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. അതിനെ ക്ലിയർ ചെയ്യുക, അതിനെ ശുദ്ധീകരിക്കുക. ആ ശുദ്ധീകരണ പ്രക്രിയയിൽ നമ്മളുടെ ഈ ദൈവത്തിന് അല്ലെങ്കിൽ ഈ ചൈതന്യത്തിന് വലിയ പങ്കാണുള്ളത്. അപ്പോൾ ആ ജ്ഞാനം കൊണ്ട്, ഈ അറിവ് കൊണ്ട് തന്നെ നമുക്കിതിനെല്ലാത്തിനെയും ഇല്ലാതാക്കാൻ സാധിക്കണം. അതല്ലാതെ കർമ്മം കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പാപങ്ങളെ ഇല്ലാതാക്കാൻ പറ്റില്ല. കർമ്മങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒന്നിനു പുറകെ നടന്നുകൊണ്ടേയിരിക്കും. അകർമ്മത്തിലേക്ക് നമ്മൾക്ക് മാറേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ തലത്തിൽ നമ്മൾ എത്തപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ പലപ്പോഴും ഈ ഒരു രീതിയിലുള്ള അറിവിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പല മുൻവിധികൾ കൊണ്ടും നമ്മൾ ഇടയ്ക്ക് സ്ട്രക്കായി പോവുകയാണ്. അപ്പം അത് മാറി നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കണം. അപ്പം നമ്മൾ ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്തപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ പരമാനന്ദമാണ്. നമുക്കെല്ലാവർക്കും ആ ആനന്ദം നമുക്ക് അനിവാര്യമാണ്. നമ്മൾ തേടുന്നത്, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എത്തിപ്പെടുവാനായിട്ട് ശ്രമിക്കുന്നത് ആ പരമ്പൊരുളിലേക്കാണ്, അല്ലെങ്കിൽ ആ സുഖത്തിലേക്കാണ്, പരമാനന്ദത്തിലേക്കാണ്. അപ്പം അത് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ സൊല്യൂഷനും കൂടിയാണ് ഗുരു പറയുന്നത്. എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കണം. അത് ഉപാസന രീതിയിൽ നമ്മൾ എടുക്കുമ്പോഴും നിരന്തരമായിട്ടുള്ള ജപ ധ്യാനത്തിലൂടെ നമ്മൾ ഈ പ്രക്രിയ, അതിനോട് ശുദ്ധീകരണ പ്രക്രിയ കൃത്യമായിട്ട് നടക്കണം. അത് യാന്ത്രികമാകാൻ പാടില്ല എന്നുള്ളതാണ്. പലപ്പോഴും യാന്ത്രികമാകുന്നത് കൊണ്ടാണ് ഈ കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ബാക്കിയായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ദുഃഖം എപ്പോഴും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടിൽ നിന്നാണ് ദുഃഖം ഉണ്ടാകുന്നത്. ആ രണ്ടെന്നുള്ള ഭാവം മാറി ഒന്ന് എന്നുള്ള തലത്തിലേക്ക്, ദൃക്ക് മാത്രമാണ് ഉള്ളത് എന്നുള്ള തലത്തിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ആ പരമാനന്ദമാണ് എന്നുള്ള തലത്തിലേക്ക് നമുക്ക് ഉണരുവാനും സാധിക്കണം. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലും അതുപോലെ തന്നെ ഏത് കൃതികളിൽ നമ്മൾ നോക്കുമ്പോഴും ഇത് ഗുരു വളരെയധികം എടുത്ത് അതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് ആ ഒരു തലത്തിലേക്ക്, ഒരു സൂക്ഷ്മമായിട്ടുള്ള തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റാതെ ഉപരിപ്ലവമായിട്ടുള്ള തലത്തിൽ മാത്രം പോകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ്. അപ്പോൾ നമ്മൾ വളരെയധികം ടെൻഷനാവുന്നു, നമുക്ക് അസ്വസ്ഥതകൾ കൂടുന്നു,
നമ്മുടെ മനസ്സ് യാതൊരുവിധ താളവും ഇല്ലാതെ പോകുന്നു. അപ്പോൾ എന്തു ചെയ്യുന്നു? പലപ്പോഴും നമ്മൾ മയക്കുമരുന്നിനും മദ്യത്തിനും മറ്റു പലതിനും നമ്മൾ അടിമകളായിട്ട് മാറുകയാണ്. അതേപോലെ നമുക്ക് BP കൂടുന്നതും ഷുഗർ കൂടുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? മനസ്സിനെ ശരിയായ രീതിയിൽ നിയന്ത്രിച്ചു നിർത്തുവാൻ ഒരു പറ്റാത്ത ഒരു തലം, ഒരു അറിവ് നമ്മൾക്ക് ഉള്ളത് കൊണ്ടാണ്. അപ്പം നമ്മളുടെ അറിവ് കൊണ്ട്, നമ്മുടെ ക്ഷേത്ര ദർശനം കൊണ്ട്, നമ്മുടെ മറ്റുള്ള കർമ്മങ്ങൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ മനസ്സിൻ്റെ ഒരു സമതുലിതാവസ്ഥയാണ്. സമത്വം യോഗ ഉച്യതേ എന്ന് പറയും. അപ്പോൾ മനസ്സിൻ്റെ ആ സമത്വ ബുദ്ധി, അതിൻ്റെ ഒരു സമതുലിതാവസ്ഥ അത് വരണമെങ്കിൽ നമ്മുടെ ബുദ്ധിയും ആ ഒരു രീതിയിലേക്ക് ഉണരണം. അപ്പോൾ അങ്ങനെ ഉണരുമ്പോഴാണ് ഉണരരുത് ഇനി ഉറങ്ങിടാതിരുന്നിടണം അറിവായി എന്ന് ഗുരു ആത്മോപദേശ ശതകത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ദുരന്തത്തിലേക്ക് ഉണരാതെ നമുക്ക് അറിവായിട്ട് തന്നെ ഇരിക്കുവാനുള്ള ഒരു തപസ് അല്ലേ, ശരിക്കും അതിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു എളുപ്പ വഴിയിലൂടെ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ എത്താൻ പറ്റില്ല എന്ന് കൂടി ഗുരു പല സന്ദർഭത്തിലും നമ്മൾക്ക് വാണിംഗ് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.